യെസ്, കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഏറ്റവും അധികം കേട്ട വാർത്തകളിൽ നിറഞ്ഞൊരു വാക്കാണ് സിസ്റ്റം എന്നത്. അതാണ് റീന. അതായത് ഇതിന്റെ രാഷ്ട്രീയമൊക്കെ മാറ്റി നിർത്തിയാലും റീന പറയുന്നിടത്ത് വലിയ കഴമ്പുണ്ട് എന്നത് തർക്കമില്ല. ആരോഗ്യവകുപ്പ് ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. ഓരോ ഉദ്യോഗസ്ഥർക്കും, അത് ചെറിയ പദവി വഹിക്കുന്നവരാണെങ്കിൽ പോലും അവരുടേതായ ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് എന്നതാണ്. അവിടെ ഒരു കല്ലുകടിക്കില്ല എന്ന് പറയുമ്പോൾ കല്ലുകടി ആരംഭിച്ചു കഴിഞ്ഞു എന്നതിൽ ഒരു തർക്കവുമില്ല. ആരോഗ്യ കേരളം, അഭിമാന കേരളം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴാണ് ഇപ്പോൾ ഈ പകർച്ചവ്യാധികളുടെ കാലഘട്ടത്തിൽ ആരോഗ്യ കേരളം ഏറ്റവും ജാഗ്രത പുലർത്തേണ്ട ഒരു സമയത്ത് ഈ വിവാദം തലയുയർത്തി എന്നത് എടുത്തു പറയേണ്ടത്. എന്നാൽ ആരോഗ്യമന്ത്രി അക്കാര്യങ്ങളെല്ലാം തള്ളിക്കളയുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ചുമതലയുള്ള ഡോക്ടർ വി മീനാക്ഷി അവർ കാര്യക്ഷമമായാണ് പ്രവർത്തിക്കുന്നത്, എല്ലാം നന്നായി മുന്നോട്ട് പോകുന്നു എന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. അല്ല, അത് ഞങ്ങൾ നിയമോപദേശം തേടിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം കിട്ടിയതിന് ശേഷം നടപടി സ്വീകരിക്കും. ഇല്ല, അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. ഞാൻ പറയാം, അതായത് DHSന്റെ ഇപ്പോൾ കസേരയിലിരിക്കുന്ന ഡോക്ടർ മീനാക്ഷി കാര്യങ്ങൾ നന്നായി നടത്തുന്നുണ്ട്. കോൺഫറൻസുകൾക്കൊന്നും യാതൊരു മുടക്കവുമില്ല, പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സവുമില്ല. മറ്റേ ഇതിൻ്റെ പേരിലൊരു നിയമവശം ഉള്ളതുകൊണ്ട് അഡ്വക്കേറ്റ് ജനറലിന്റെ ഉപദേശം തേടിയിട്ടുണ്ട്. സ്റ്റേ ലഭിക്കും വരെ ഫലത്തിൽ 2 ഡയറക്ടർമാർ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. അല്ല, കുഴപ്പമില്ല, ഭരണസമ്പന്നമില്ല. കാര്യങ്ങൾ നോക്കാൻ മന്ത്രി മുതൽ താഴെ തട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ വരെ വളരെ വിജിലൻ്റായി പ്രവർത്തിക്കുന്നു. യെസ്, ഇതിനിടെ ഇതാ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ഈ റീനയുടെ സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട് ഉത്തരവിൽ തന്നെ പരാമർശിച്ച ഒന്നായിരുന്നു പകർച്ചവ്യാധി സമയത്ത് 15 ദിവസത്തെ അവധി ആവശ്യപ്പെട്ടു എന്നുള്ളത്. ഇപ്പോൾ ഇതാ മീനാക്ഷി ചുമതലയേറ്റതിന് ശേഷം ഒരു ഉത്തരവ് വന്നിരിക്കുന്നു. അത് വിവാദമാകുന്ന സാഹചര്യം ആണ് ഉള്ളത്. അതായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവധി ആവശ്യപ്പെടരുത്, ദീർഘകാല അവധി ആവശ്യപ്പെടാൻ പാടില്ല ആരോഗ്യ മേഖലയിൽ ഉള്ളവർ എന്നുള്ളതാണ്. തീർച്ചയായും നമ്മുടെ സർവീസ് ചട്ടങ്ങളുണ്ട്. അതുപ്രകാരം ഏത് സർവീസിൽ ആണെങ്കിൽ പോലും, സർക്കാർ സർവീസിലാണെങ്കിൽ സർക്കാരിന് നയപരമായി അടിയന്തരമായൊക്കെ ലീവ് ക്യാൻസൽ ചെയ്യുക, അതൊക്കെ അത്രമേൽ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ഉത്തരവിറക്കിയതും വിവാദമായിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി സാരംഗിലേക്ക് പോകുന്നു. സാരംഗ്, ഈ വിവാദ ഉത്തരവിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ ഈ കസേരകളി അത് ഏത് ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്? അഭിലാഷ്, തിരുവനന്തപുരം DHS ആസ്ഥാനത്തെ കസേരകളി 2ാമത്തെ ദിവസവും തുടരുകയാണ് എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം കഴിഞ്ഞ ദിവസമായിരുന്നു ഇത് ആരംഭിച്ചത്. 2 ഡയറക്ടർമാർ ഇവിടേക്ക് എത്തുകയും തുടർന്ന് അതുപോലെ തമ്മിൽ ചെറിയ രീതിയിലുള്ള വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും അടക്കം ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് അത് സമവായത്തിലേക്ക് എത്തുകയും ഡ്യൂട്ടി സമയം അവസാനിക്കുന്നതുവരെ ഡോക്ടർ റീന അവിടെ തന്നെ ഓഫീസിനകത്ത് തന്നെ തുടരുകയും ചെയ്യുകയായിരുന്നു. പിന്നീട് ഇന്നും ഈ ഒരു കസേരകളിയുടെ തുടർച്ച ഇന്നും ഇവിടെ അരങ്ങേറുകയാണ് എന്ന് വേണം തന്നെ പറയാൻ. പക്ഷേ ഇതിൽ പ്രതിസന്ധിയിലാകുന്നത് സംസ്ഥാനത്തെ പൊതു ആരോഗ്യ സംവിധാനമാണ്. കാരണം വളരെ സുപ്രധാനപ്പെട്ട ഒരു സമയമാണ്. എബോളയുടെ ഒരു ഭീഷണി ഇന്നൊഴിഞ്ഞാണ്. കഴിഞ്ഞ ദിവസങ്ങളടക്കം കുരങ്ങുപനി അടക്കം വലിയ രീതിയിൽ ഭീഷണി സൃഷ്ടിക്കുന്നു. ഷിഗല്ലയും നിപ്പയും അടക്കം നിലനിൽക്കുന്ന പകർച്ചവ്യാധികൾ വലിയ രീതിയിൽ വ്യാപിച്ചു നിൽക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്ത് ഇത്തരത്തിൽ ആരോഗ്യ ഡയറക്ടറേറ്റിൽ ഇങ്ങനെയൊരു പ്രതിസന്ധി രൂക്ഷമായി തുടരുന്നത്. ഇപ്പോൾ ഈ ഒരു ഡോക്ടർ റീനയുടെ പ്രതികരണത്തിൽ തന്നെ വളരെ വ്യക്തമാണ് ഈ ഒരു സാങ്കേതിക തടസ്സങ്ങൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം തീർച്ചയാണ്. പക്ഷേ അതിന് ഒരാളെ മാത്രം ബലിയാടാക്കുന്നത് ശരിയല്ല, അല്ലെങ്കിൽ ഒരാളിലേക്ക് മാത്രം നടപടി വരുന്നത്, അല്ലെങ്കിൽ ഇത്ര കടുത്ത നടപടികളിലേക്ക് വരുന്നതിൽ ഒരു നയപരമായി അല്ലെങ്കിൽ ഒരു ന്യായമായിട്ടുള്ളൊരു കാര്യമല്ല എന്ന് തന്നെയാണ് റീന കോടതിയെ അറിയിക്കുകയും ട്രൈബ്യൂണലിൽ അറിയിക്കുകയും അവർക്ക് അനുകൂലമായി തന്നെ നടപടികൾ സ്റ്റേ വരികയും ചെയ്യുകയും ചെയ്തു. പക്ഷേ അതിനുശേഷമാണ് ഇതിൽ കൂടുതൽ പ്രതിസന്ധി അല്ലെങ്കിൽ സാങ്കേതിക തടസ്സം കൂടുതലായി വന്നത്. പ്രധാനമായും ആരാണ് ശരിയായ ഡയറക്ടർ, അല്ലെങ്കിൽ ആരായിരിക്കണം കൃത്യമായി കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതക്കുറവ് ഇപ്പോഴുമുണ്ട്. ആരോഗ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ തന്നെ വ്യക്തമാണ് അത്തരത്തിലൊരു പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ പോലും ഇപ്പോഴും ആ ഒരു പ്രതിസന്ധി ഈ ഒരു ഓഫീസിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം ഈ ഒരു ഓർഡർ ഇപ്പോൾ അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ ദീർഘ അവധികൾ അല്ലെങ്കിൽ ലോങ് ലീവുകൾ നൽകേണ്ടതില്ല അല്ലെങ്കിൽ അനുവദിക്കില്ല എന്ന തരത്തിലുള്ള ഒരു സർക്കുലർ ഇറങ്ങുന്നു. ഒപ്പം തന്നെ അവധി കർശനമായി നിരീക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ കർശനമായി പരിശോധിച്ചുകൊണ്ട് മാത്രമായിരിക്കും നൽകുക എന്നൊരു സർക്കുലർ ഇറങ്ങുന്നു. അതായത് ഈ ഒരു അതായത് സർക്കാർ നിയോഗിച്ച ഡയറക്ടർ ഈ ഒരു കാര്യങ്ങളിലേക്ക്, അതായത് ഒരു ഭരണകരമായ കാര്യങ്ങളിലേക്ക് കടക്കുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവരുടെ ഡ്യൂട്ടി കൃത്യമായി ചെയ്യുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ. പക്ഷേ റീനയുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമായത് അവരും ഈ ഒരു ജോലി അല്ലെങ്കിൽ അവരെ ഏൽപ്പിച്ചിട്ടുള്ള ചുമതലയുള്ള കാര്യങ്ങളെല്ലാം അവരും കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് തന്നെയാണ് അവരുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പോൾ ഈ ഒരു ഡയറക്ടറേറ്റ് അല്ലെങ്കിൽ ഈ ഒരു പദവി ആരാണ് കൃത്യമായി വഹിക്കുന്നത്, ആരാണ് ഈ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ഒരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു. ഈ ഒരു അതായത് മേൽത്തട്ടിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി രൂക്ഷമാകുമ്പോൾ അത് അടിത്തട്ടിലേക്ക് അടക്കം അതിന്റെ ഒരു പ്രതിഫലനം ഉണ്ടാകുമെന്ന കാര്യം തീർച്ചയാണ്. അതായത് ഈ ഒരു ആരോഗ്യ സംവിധാനത്തിന്റെ മൊത്തമായി ഈ ഒരു ആശയക്കുഴപ്പം വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുമെന്ന കാര്യം തീർച്ചയാണ്. കാരണം ഇതൊരു മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും പകർച്ചവ്യാധികൾ വലിയ രീതിയിൽ പടർന്നു പിടിക്കുന്ന
ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഈ ഒരു കാലാവസ്ഥ മാറി നിൽക്കുന്നതുകൊണ്ട് തന്നെ, അതായത് മഴയും വെയിലുമായി മാറി നിൽക്കുന്നതുകൊണ്ട് തന്നെ പല അസുഖങ്ങളും പല ഭാഗങ്ങളിലും പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു പ്രതിസന്ധി വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രശ്നങ്ങൾ, അതായത് സർക്കാർ ഈ ഒരു നിയമോപദേശവുമായി മുന്നോട്ട് പോകുന്നു. അതായത് ഇതൊരു വിട്ടുവീഴ്ചയ്ക്കില്ല, ഇരു വിഭാഗങ്ങൾ തമ്മിലും വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ. അതായത് കൃത്യമായി ട്രൈബ്യൂണലിനെ സമീപിക്കുകയും അനുകൂല വിധി നേടുകയും ചെയ്യുന്നു. പക്ഷേ സർക്കാർ അതിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല, ഹൈക്കോടതിയെ സമീപിക്കുന്നുവെന്ന് പറയുന്നു. അതായത് ആ സമയത്തും കോടതി പറയുന്നത് വരെ, കോടതി താൻ ഡയറക്ടർ അല്ല എന്ന് പറയുന്നത് വരെ ജോലിക്ക് എത്തുകയും ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അതായത് കോടതി പറയുന്നത് വരെ താൻ എത്തും എന്ന് പറയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആരാണ് ഡയറക്ടർ എന്ന ചോദ്യം ഉയരുന്നത്. സർക്കാർ പറയുന്നത് ഡോക്ടർ മീനാക്ഷിയാണ് എന്നാണ്. പക്ഷേ റീനയുടെ സ്ഥലം മാറ്റ ഉത്തരവ് മരവിപ്പിച്ച സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത്. ഇതിനിടെയാണല്ലോ സാരംഗ മറ്റൊരു വിവാദ ഉത്തരവ്, അതായത് ഈ ഉദ്യോഗസ്ഥരുടെ അവധിയുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടുള്ളത്. അതിൽ എന്താണ് പശ്ചാത്തലം? ഇങ്ങനെയൊരു ഉത്തരവ് ഈ ഒരു ഘട്ടത്തിൽ ഇറക്കുമ്പോൾ അത് ഈ റീനയുടെ സ്ഥലം മാറ്റവുമായി തന്നെ, റീന 15 ദിവസത്തെ അവധി ആവശ്യപ്പെട്ടു എന്നതൊരു കുറ്റമായി കണക്കാക്കുന്നു. അതേസമയം റീന പറയുന്നത് താൻ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതെന്ത് തന്നെയാണെങ്കിലും പുതിയ ഉത്തരവ് വിവാദമാകുന്ന സാഹചര്യമാണല്ലോ ഉള്ളത്. തീർച്ചയായും. കാരണം സാധാരണ രീതിയിൽ സ്ഥലമാറ്റ ഉത്തരവിലടക്കം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്യാറില്ല. കാരണം ഈ 15 ദിവസം ലീവ് ആവശ്യപ്പെട്ടു എന്നടക്കമുള്ള കാര്യങ്ങൾ സാധാരണ ഇത്തരം ഉത്തരവുകളിൽ സാധാരണ കാണിക്കാറില്ല. പക്ഷേ ഇതിൽ അത് ഒരു വിവാദ ഉത്തരവായി തുടരുന്നതിൽ വലിയൊരു കാരണം ഇതുതന്നെയാണ്. അതായത് 15 ദിവസം ലീവ് ആവശ്യപ്പെട്ടു, കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിച്ചില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ഔദ്യോഗിക ഉത്തരവിൽ രേഖപ്പെടുത്തുന്നു. ഒപ്പം തന്നെ പുഴുക്കുത്തുകളെ പുറത്താക്കുമെന്ന ഒരു വിവാദപരമായ ഒരു ആരോപണം ഉന്നയിക്കുന്നു. അങ്ങനെ ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഭരണ സംവിധാനം തീർത്തും റീനയ്ക്കെതിരെ, ഡോക്ടർ റീനയ്ക്കെതിരെ തിരിയുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ ആ സമയങ്ങളിൽ കണ്ടത്. അതിനുശേഷമാണ് പുതിയ ഡയറക്ടർ ഇവിടെ ജോലിക്കെത്തുകയും അവരുടെ ചുമതല വഹിക്കുകയും ചെയ്യുന്നത്. ഇന്നാണ് ഇത്തരത്തിൽ അവധി നിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവധിയിൽ കുറവുണ്ടാകുമെന്ന ഒരു നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് വരുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ദീർഘ അവധികൾ അല്ലെങ്കിൽ ലോങ് ലീവുകൾ ആരോഗ്യ കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അനുവദിക്കാൻ കഴിയുകയുള്ളൂ. എമർജൻസി ആയിട്ടുള്ള സമയത്ത് മാത്രമേ അത്തരത്തിലുള്ള ലീവുകൾ അംഗീകരിക്കാനോ അനുവദിക്കാനോ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം അല്ലാതെയുള്ള ലീവുകൾ കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രമേ സാങ്ഷൻ ചെയ്യുകയുള്ളൂ എന്നും ഈ ഒരു സർക്കുലറിൽ കൃത്യമായി പറയുന്നു. ഈ ഒരു സർക്കുലറിൽ ഇത് മാത്രമല്ല പറയുന്നത്, ഈ ഒരു പ്രതിരോധ നടപടികളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, അതായത് എബോള ഉൾപ്പെടെയുള്ള രോഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിരോധ പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ നിർദ്ദേശത്തിൽ ഈ ഒരു സർക്കുലറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിനൊപ്പം തന്നെയാണ് ഈ ലീവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത്. അതിൽ പ്രധാനമായും ഈ ഒരു പ്രതിസന്ധി കാലഘട്ടത്തെ കൃത്യമായി തരണം ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി കാലഘട്ടമാണ്, പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുകയും വേണം. അതുകൊണ്ടാണ് ഈ ഒരു അവധി നിഷേധിച്ചത് എന്നാണ് ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അപ്പോൾ പോലും ഈ ഒരു ഭരണ തലപ്പത്ത് അല്ലെങ്കിൽ ഈ ഒരു അതിന്റെ തലപ്പത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ ഇടപെടുന്നില്ല, അല്ലെങ്കിൽ അതിൽ കൃത്യമായി വേഗതയിൽ ഇടപെട്ടുകൊണ്ട് ആ ഒരു ആശയക്കുഴപ്പം ഒഴിവാക്കാൻ ശ്രമിക്കുന്നില്ല. അതിനു പകരം ജീവനക്കാരുടെ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരുടെ അടക്കം ഒരു അവധി നിഷേധിച്ചുകൊണ്ടുള്ള നീക്കത്തിന് വലിയ പ്രതിഷേധങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം ഈ ഒരു പ്രതിരോധ പ്രവർത്തനങ്ങൾ അവർ കൃത്യമായി ഇടപെടുമ്പോഴും അതിന്റെ തലപ്പത്ത് അല്ലെങ്കിൽ ഇത് കൃത്യമായി നിയന്ത്രിക്കേണ്ട ആൾക്കാർ തമ്മിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നു, ഭരണ സംവിധാനത്തിലടക്കം ആശയക്കുഴപ്പം നിലനിൽക്കുന്നു. ഡോക്ടറുമായി ഈ ഒരു നമുക്ക് നേരത്തെ തന്നെ അറിയാം, നിപ ഫലവും ഒപ്പം തന്നെ കോളറ ഫലവുമായി ബന്ധപ്പെട്ട അടക്കം ആരോഗ്യമന്ത്രിയും ആരോഗ്യ പ്രവർത്തകർ അല്ലെങ്കിൽ ഉന്നത ചുമതലയുള്ള ആൾക്കാർ തമ്മിലടക്കമുള്ള പല കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് അടക്കം നമ്മൾ വളരെ വ്യക്തമായി കണ്ടതാണ്. അതിനിടയിലാണ് ഈ ഒരു വിവാദ സർക്കുലർ കൂടി പുറത്തേക്ക് വരുന്നത്. എന്തിനായാലും ഇതിൽ കൂടുതൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ തീർച്ചയില്ല. കാരണം ഒരു പ്രതിസന്ധി കാലഘട്ടമായതുകൊണ്ട് തന്നെ ഇതിൽ കർശനമായ നടപടിയിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കുമോ എന്ന കാര്യത്തിൽ ചോദ്യമായി നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായും നിപ്പ ബാധ അത് വലിയ തോതിൽ, അതായത് നിപ്പ വൈറസിന്റെ സാന്നിധ്യം ഉണ്ടാവുകയും രോഗാവസ്ഥ സ്ഥിരീകരിക്കുകയൊക്കെ ചെയ്ത സാഹചര്യമുണ്ട്. അവിടെ ഒരു ആശയക്കുഴപ്പമുണ്ടായി എന്നുള്ളതാണ്. ഷിഗല്ല ബാധയും അതുമായി ബന്ധപ്പെട്ടും, അതായത് ഷിഗല്ല സ്ഥിരീകരിക്കുന്നു, അതുമായി ബന്ധപ്പെട്ടുമൊക്കെ ഈ ആശയക്കുഴപ്പങ്ങൾ അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ തൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പിഴവ് സംഭവിച്ചിട്ടില്ല. കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാകാം, അതിന് താൻ മാത്രമല്ല ഉത്തരവാദി എന്നുകൂടിയാണ് റീന പറയുന്നത്. അതിനിടെയാണ് ഇപ്പോൾ മറ്റൊരു ഉത്തരവ് കൂടി പുറത്തു വന്നിട്ടുള്ളത്. അതായത് ഈ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അതായത് ദീർഘകാല അവധികൾ ആവശ്യപ്പെടരുത് എന്നത് സംബന്ധിച്ച ഒരു ഉത്തരവ്, ആ ഉത്തരവും വിവാദമായിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്.